പെരിങ്ങാവാണ് സ്ഥലം. അപ്പം ശരിക്കും കണ്ടോ, ഒച്ച നിങ്ങൾ കേൾക്കുന്നില്ലേ? പശു. ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മമ്മയുടെ വീടായ പെരിങ്ങാവിലാണ്. അപ്പം നമ്മൾ ഈ വീട്ടിൽ ഇഷ്ടം പോലെ ചെടികളും ചെറിയ ചെറിയ രീതിയിലുള്ള കൃഷികളും ഒക്കെ ചെയ്യുന്ന നമ്മളെ സ്വന്തം ശോഷി ചേച്ചിയുടെ കൂടെയാണ്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ബൊട്ടാനിക്കൽ നെയിംസും ചേച്ചിക്ക് അറിയാം എന്നുള്ളതാണ്. ബോട്ടണിയാണ് ചേച്ചിയുടെ സബ്ജക്റ്റ്. ശരിക്കും തുടക്കത്തിൽ നമുക്കൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ചേച്ചിയാണ്. എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ എനിക്ക് കുറച്ച് ചെടികളൊക്കെ ശരിക്കും തന്നൊരു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനും ഏകദേശം ഈ ഒരു ഇതിലേക്ക് ഇങ്ങനെ പിച്ച് വെച്ച് തുടങ്ങിയത് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ചേച്ചിയുടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്തൊക്കെ വളങ്ങളാണ് ചെയ്യുന്നത്? ചെറിയൊരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റോഡ് സൈഡ് തന്നെയാണ് വീട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചേച്ചിയോട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് വൈഡായിട്ട് നമുക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും ഈ ഒരു ഭംഗി ക്യാപ്ചർ ചെയ്യാതെ പോകാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ എൻ്റെ ശോഷി ചേച്ചി എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു ചേച്ചി തന്നെയാണ്. എപ്പം പോയാലും ഇഷ്ടം പോലെ പച്ചക്കറികളും അതുപോലെ തന്നെ പൂച്ചെടികളും ഒക്കെ നട്ട് നനച്ച് നിൽക്കുന്നൊരു കാഴ്ചയാണ്. ഇത് ശരിക്കും ഒരു പോസിറ്റീവ് വൈബ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. എന്തൊക്കെ വളങ്ങളാണ് ഇത്രയും നന്നായിട്ട് പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് ചേച്ചി ചെയ്തിട്ടുള്ളത്? ആ, വേറെ ഒന്നും ചെയ്യുന്നില്ല. പച്ചക്കറികൾക്കൊക്കെ എല്ലാം ഓർഗാനിക് ആണ്. ഓക്കെ, പ്രത്യേകതായിട്ടുള്ളൊരു സംഭവം തോന്നി. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. എന്തൊരു സംഭവം എന്താ? ഓക്കെ, വാനില. വാനില എന്ന് പറഞ്ഞാല് ആ ആ ആ അതിപ്പോ എങ്ങനെയാ? അത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഉണ്ടായതാണോ? എന്താ അതിന്റെ ഉണ്ടാവുന്നത് അല്ലേ? ഓക്കെ. ആ, അത് ശരി. കായ്ക്കണമെങ്കിൽ അല്ല അല്ല. ഓക്കെ ഓക്കെ. ഇതിങ്ങനെ ശരിക്കും ഇത്രയും വള്ളി ആവണമെങ്കിൽ എത്ര താമസം പിടിക്കും ഇത് ഇത്ര ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട്? ആണല്ലേ. പിന്നെ കുരുമുളകും ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഏകദേശം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വള്ളി പോലെ വന്നിട്ടുണ്ട്. ശരിക്കും എനിക്കിത് ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ശരിക്കും നമ്മൾ ഓരോരോ ദിവസം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ നമ്മൾ പലതും ഡെയിലി പഠിക്കുന്നുണ്ട്. പിന്നെ അത് കണ്ടില്ലേ, നമ്മുടെ തെങ്ങിൻ തടത്തിൻ്റെ ചുറ്റും ചകിരിത്തൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് ഒരു ബോർഡർ പോലെ കെട്ടി അതിൻ്റെ തട്ട് താഴെ ഹെബിഗ്രാഫിക്സ് റെപ്പൻ്റെയാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അത് ജസ്റ്റ് വെച്ചതേ ഉള്ളൂ. അതിപ്പോൾ ഇനി കുറച്ചുകൂടി കഴിഞ്ഞതിന് നിറയെ ഫില്ലാവും കേട്ടോ. ഈ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ശരിക്കും ഈ ഒരു വീടിൻ്റെ ഒരു ലൈവ്നെസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചെടിയാണ്. നമ്മുടെ ചൈനീസ് ബോൾസ് ആണ്. നിറയെ ചട്ടിയിലായിട്ടും അതുപോലെ തന്നെ സാധാരണ ഗ്രോ ബാഗ്സിലായിട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ട്, ഡബിൾ കളേഴ്സും ഒക്കെ നിറയെ ഇതാക്കിയിട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇതാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതൊരു വാട്ടം ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് റോസ് കാണാൻ പറ്റും. തൊട്ട് താഴെ തന്നെ ഓർക്കിഡ്സ് ഉണ്ട്. പക്ഷെ അതിൽ പൂക്കൾ ഒരുപാടൊന്നും വന്നിട്ടില്ല. പിന്നെ ഒരു പഴയൊരു ചട്ടീൻ്റെ അകത്ത് നമ്മൾ ബോൺസായി പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പേ നമുക്ക് ഇവിടെ ഒരു ഹെമിഗ്രാഫിക്സ് ഇതുപോലെ തന്നെ ഒരു സാധാരണ ഒരു കുപ്പീൻ്റെ അകത്ത് ഹോളുണ്ടാക്കിയിട്ട് മണ്ണ് നിറച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആൽമരാണ് ബോൺസായി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും നല്ല ഒരു ഭംഗിയുണ്ട്. കല്ലൊക്കെ വെച്ച് നല്ലൊരു നാച്ചുറൽ ഫീലിംഗ് നമുക്ക് കിട്ടും. ഇനി അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ചെറിയൊരു ചട്ടി കേട്ടോ. വളരെ കുഞ്ഞു ചട്ടിയാണ്. അത് കയറ് വെച്ചിട്ട് മരത്തിൻ്റെ മേലേക്ക് കെട്ടിയിട്ട് അതിൽ പോട്ടിംഗ് മിക്സ് നിറച്ചിട്ട് നമ്മൾ എവർഗ്രീൻ ടേർട്ടിൽ വൈൻ അതിൻ്റെ അകത്ത് നട്ടിട്ടുണ്ട്. ശരിക്കും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വെള്ളം പോലെ വീഴുന്ന പോലെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് വീണ്ടും ചട്ടിയിൽ തന്നെ കലീഷ്യ റെപ്പൻസ് ആണ് വെച്ചിട്ടുള്ളത്. അതും നല്ല ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സംഗതി നമ്മൾ പാഴാക്കി ഒഴിവാക്കേണ്ട കാര്യമില്ല. കേടായ എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ അതിലൊക്കെ നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റും കേട്ടോ. അതിനൊരു നാച്ചുറൽ ലുക്കും ശരിക്കും ഉണ്ടാകും. കണ്ടോ, ഈ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഇഷ്ടം പോലെ നമ്മുടെ ചൈനീസ് ബോൾസും ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ശരിക്കും അത് മാത്രം മതി ശരിക്കും ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ തന്നെ വേണ്ടിയിട്ട്. കുറച്ച് മെയിൻ്റനൻസ് ഉണ്ട്. ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേക്കും അതിനൊരു വാട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും.
പിന്നെ ഇതാ എവർഗ്രീൻ ടേർട്ടിൽ വൈൻ വീണ്ടും നല്ല ബുഷായിട്ട് ലഷായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ടെറസിൻ്റെ മേലേക്കുള്ളൊരു ഇതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് തന്നെ അപ്പുറത്തെ ഭാഗത്തും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ചെടി ഇല്ലാത്ത ഒരു വീട് പോലും നമുക്ക് കാണാൻ പറ്റില്ല. അത്രയേറെ ശരിക്കും എല്ലാ വീടുകളിലും ഇതൊരു സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കണ്ടോ, ഫുട്ബോളിൻ്റെ ഉള്ളിലും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചെടി പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഓരോരോ ഐഡിയാസാണ്. ഇത് ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ. അങ്ങനെ പിന്നെ ഇതാ റിയോ പ്ലാന്റ് കണ്ടില്ലേ, ഈ ഒരു ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ഇതിൽ വെച്ചിട്ടുള്ളത്. വീണ്ടും ഇതാ നമ്മുടെ എവർഗ്രീൻ ടേർട്ടിൽ വൈൻ പഴയ ഒരു ഷൂസിൻ്റെ അകത്താണ് മണ്ണ് ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. ഇതാ 10 മണി ഇവിടെ നട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇതാ കണ്ട ഫുട്ബോളിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ ചീര അല്ലേ, കരിമ്പ് എവിടെ? ഓ, കരിമ്പ് കൃഷിയുണ്ട്. പിന്നെ ഇതാ ചീരകൃഷിയുണ്ട്, പച്ചമുളക്. ഇത് വേണ്ട, പ്രത്യേകതരം വെണ്ട അല്ലേ. ഇതൊക്കെ ചേച്ചി എങ്ങനെയാ, എന്താ വളം തന്നെയാണോ? സെയിം വളങ്ങൾ തന്നെയാ അല്ലേ ഉപയോഗിക്കുന്നത്? കണ്ടോ, ഇത് എന്ത് പ്രത്യേകതരാണല്ലോ, ഇത്രയും വലിയ വെണ്ട വിത്തിന് വെച്ചതാ അല്ലേ. കണ്ടോ, ഭയങ്കര നീളം കൂടുതലല്ലേ. തക്കാളി നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഇപ്പം ഞാനിപ്പോൾ ഇന്ന് വന്നപ്പോൾ ഒക്കെ കുറവാണ്. എന്നാലും അടിപൊളിയായിട്ട് ചെയ്താ. ഇപ്പം നമ്മൾ ഈ കാണുന്നതൊക്കെ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ ചെയ്ത സംഭവം എന്നല്ല. എത്രയോ വർഷങ്ങളായി, 8-10 വർഷം തന്നെ ഞാൻ തന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ചേച്ചി ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ട്. ഒരു കൃഷിയില്ലെങ്കിലും മറ്റ് വേറെ എന്തെങ്കിലും ആയിരിക്കും. താറാവൊക്കെ ഉണ്ട്, കോഴികൾ ഇഷ്ടം പോലെ ഉണ്ട്, നാടൻ കോഴികൾ, പിന്നെ പശു ഉണ്ട്. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് പല ടൈമിലും നമുക്ക് ഇവിടെ വളരെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ് കേട്ടോ. ശരിക്കും വഴുതിന കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതൊന്നും അല്ല കേട്ടോ, ഇത്രയൊന്നും അല്ല. ഇപ്പം നമ്മൾ വരുമ്പോൾ നമുക്ക് പറ്റില്ലല്ലോ ഇതൊക്കെ ഉണ്ടാവണം, എല്ലാം കൂടി നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഉള്ളതൊക്കെ ഞാൻ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ. എനിക്കൊരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇത് മൊത്തം ക്യാപ്ചർ ചെയ്തത്. അപ്പോൾ എനിക്ക് ഒരു എന്താ പറയുക, ഉള്ളിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടിയൊക്കെ എടുക്കായിരുന്നു എന്നുള്ളൊരു ഇത് തോന്നി. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോനെ കൊണ്ട് ഒരുപാട് കണ്ടന്റ് ഒന്നുമല്ല ഞാൻ ഇതാക്കുന്നത്. നമുക്ക് ഓരോരോ കുഞ്ഞു ഐഡിയാസ് കിട്ടും. നമുക്ക് തീരെ ചെടികളും പച്ചക്കറികളും നട്ട് വളർത്താത്തവർക്ക് ചിലപ്പം ഈ ഒരു വീഡിയോനെ കൊണ്ട് ചിലപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് നമുക്ക് തോന്നും. പിന്നെ അത് മാത്രമല്ല, നാട്ടിലില്ലാത്ത പുറമേ ഉള്ളവർക്ക്, ദുബായിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ശരിക്കും ഇത് കാണുമ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷവും കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇതാ ചേച്ചിയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെടി ആണെന്നാണ് പറയുന്നത്. ആണല്ലേ. ഓ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ ശരിക്കും. അതായത് ഹമ്മിങ് ബേർഡ്സ് വന്നിട്ട് ഇവിടെ തേൻ കുടിക്കാൻ വരും എന്നാണ്. അതിൻ്റെ ശബ്ദം കേൾക്കാനൊക്കെ വളരെയധികം പോസിറ്റീവ് എനർജി ആണെന്നാണ് ചേച്ചി പറയണത്. അപ്പോൾ അത് വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ. ഇതൊക്കെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഇതിൻ്റെ ഒച്ചയും കിളികളും ഒക്കെ വന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ ചേച്ചിയുടെ മുഖത്ത് അതുണ്ട്, അത്രയും സന്തോഷമുണ്ട്. ആ ഒരു ചെടീൻ്റെ അടുത്ത് വന്നപ്പം ഏറ്റവും പ്രിയപ്പെട്ട ചെടിയാണെന്നാണ് പറഞ്ഞത്. വീണ്ടും നമുക്ക് കോസ്മോസ് അതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇത് അങ്ങനെ വലിയൊരു ടയറിൻ്റെ അകത്ത് 10 മണി ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നിറയെ പൂക്കളും ഉണ്ട്. നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ കുന്നാണ്, വലിയ കുന്നാണ്. പിന്നെ ഇവിടുത്തെ മാമൻ്റെ വാഴക്കൃഷി, ഒരുപാട് വാഴ തോട്ടമുണ്ട്. പിന്നെ ഇഷ്ടം പോലെ നമ്മുടെ എന്താ പറയുക, മരച്ചീനിയില്ലേ, കപ്പ, അതിൻ്റെ കൃഷി നമുക്ക് കാണാൻ പറ്റും. പിന്നെ അങ്ങനെ ഇവിടുത്തെ സുനിയേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ഏട്ടനുണ്ട്, മാമൻ്റെ മകൻ. അവർ ചെയ്യുന്ന പശുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ഉള്ള സമയം കൊണ്ട് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. എപ്പം വന്നാലും ഇഷ്ടം പോലെ വാഴപ്പഴങ്ങൾ, നമുക്ക് നല്ല മധുരമുള്ള പഴങ്ങൾ നമുക്ക് കഴിക്കാം. ഇതൊക്കെ ഒരു കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വളരെ നാച്ചുറലായിട്ട് നമുക്ക് അങ്ങനെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന പഴങ്ങളാണ്. ശരിക്കും നമ്മൾക്ക് കുറച്ച് സ്ഥലമാണെങ്കിലും ഉള്ള സ്ഥലത്ത് നമ്മൾ ശരിക്കും കൃഷി രീതികൾ ചെയ്ത് തുടങ്ങണം തന്നെയാണ് ശരിക്കും നമ്മളെ വരും തലമുറകൾക്കായിട്ട്, കുട്ടികൾക്കായിട്ട് നമ്മൾ ചെയ്യണം. കണ്ടോ, പശു കണ്ടില്ല, പശുക്കുട്ടീനെ. ഈ ഒരു വൈബ് കിട്ടണമെങ്കിൽ ശരിക്കും നമ്മൾ ഈ ഒരു നാട്ടിൻ പുറങ്ങളിൽ തന്നെ വരണം. എന്നാൽ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സ്മെല്ലും ചാണകത്തിൻ്റെ മണവും ഇതൊക്കെ ശരിക്കും നൊസ്റ്റാൾജിയ തരുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ. മൈലാഞ്ചിയുടെ മരമാണ് നമ്മൾ നേരത്തെ കണ്ടത്. പിന്നെ ഇതാ വെള്ള മന്ദാരാണ് ഇപ്പോൾ ഇത്. കോഴിക്കളൊക്കെ ചേച്ചീൻ്റെ ഇതുണ്ട്. അപ്പോൾ ചേച്ചി ഇതൊന്ന് പറയും, എന്താ സംഭവം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്?
പിടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ചേച്ചി തന്നെയാണത് നോക്കുക. അപ്പൊ ഇതിന്റെ ഒരു പരിചരണമൊക്കെ സ്വന്തമാണോ? ഒറ്റയ്ക്ക് തന്നെയാണോ ചെയ്യാ? ഒന്ന് പിടിക്കോ? അപ്പൊ നമുക്ക് നാടൻ കോഴിക്കൾ അടിപൊളിയാണ്. ഓ, പറന്നു പോയിട്ടോ, അടിപൊളി. നമ്മുടെ ശോഷി ചേച്ചീനെ ഞാൻ പിടിച്ച് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മടിയും പിന്നെ വോളിയൊക്കെ കുറച്ച് കുറവായിരുന്നു തോന്നുന്നു. എന്നാലും നിങ്ങൾ അതൊക്കെ ക്ഷമിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.